മോർണിംഗ് എവരിവൺ. ഞാൻ ഡോക്ടർ ശ്രീരേഖ, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ മങ്കി പോക്സ് ആണ്. അപ്പോൾ മങ്കി പോക്സ് നമുക്കറിയാം, ഇപ്പോൾ ഇതൊരു എമർജിങ് ഔട്ട് ബ്രേക്ക് ആയിട്ടാണ് പറയുന്നതിനെ, എപ്പിഡമിക് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് അസുഖം എവിടെയാണ് ഉണ്ടായിരുന്നത് വെച്ചാൽ ആഫ്രിക്കയിലായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ നമുക്ക് കോണ്ടിനെൻസ് ഒക്കെ താണ്ടി അത് ഇന്ത്യയിലെത്തി. ഇപ്പോൾ കേരളത്തിൽ 1-2 കേസസ് റിപ്പോർട്ട് ചെയ്തു. മരണമൊന്നും ഉണ്ടായിട്ടില്ല കേരളത്തിലും ഇന്ത്യയിലൊന്നും. പക്ഷേ നമുക്കിപ്പോൾ ഇത് അസുഖം എങ്ങനെയാണ് പകരുന്നതെന്ന് നോക്കാം. അസുഖം എങ്ങനെയാണ് പകരുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോൺടാക്ട്സിലൂടെയാണ് അത് പകരുന്നത്. ഡയറക്റ്റ് കോൺടാക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ മങ്കി പോക്സ് വന്ന രോഗീനെ പരിചരിക്കുന്ന ഡോക്ടർ, നഴ്സസ് എല്ലാവർക്കും ഡയറക്റ്റ് കോഫ്, ചിരിക്കുക, സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വരാം. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ സെക്ഷൽ കോണ്ടാക്റ്റിൽ കൂടെ പകരും. അതൊരു ഡയറക്റ്റ് കോണ്ടാക്റ്റാണ്. സെക്ഷൽ കോണ്ടാക്റ്റ് ആൻഡ് കിസ്സിങ് ഇങ്ങനെയൊക്കെ പകരുന്നതാണ് ഡയറക്റ്റ് കോണ്ടാക്ട്. ഇൻഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ രോഗി യൂസ് ചെയ്ത ഫോമൈറ്റ്സ്, യൂട്ടെൻസിൽസ് എന്ന് വെച്ചാൽ പാത്രങ്ങൾ, ഗ്ലാസസ്, അവർ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റ്സ്, ഇതിലെല്ലാത്തിലും വൈറസ് ഉണ്ടാവാം. അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതാണ് ഇൻഡയറക്റ്റ് സ്പ്രെഡ്. ഇതാണ് മോഡ് ഓഫ് സ്പ്രെഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സിംറ്റംസിലേക്ക് പോകാം. നമുക്ക് സിംറ്റംസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നമുക്കൊരു പ്രോഡ്രമൽ ഫേസ്, ഏതൊരു വൈറൽ ഇൻഫെക്ഷൻ മാതിരിയും തുടങ്ങും. അപ്പം നമുക്ക് ഒരു പനി ഉണ്ടാവും, ശരീരവേദന, തളർച്ച, കഴലവീക്കം, അതൊക്കെ ഉണ്ടാവും. ലിംഫാഡിനോപ്പതി എന്ന് പറയും, അതൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു 1 to 4 days ആ ഫേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റാഷസ് വരാം. റാഷസ് വന്നാൽ ഫേസിൽ, കയ്യിൽ, കാലിൽ എന്ന് വെച്ചാൽ പാംസിൽ, സോൾസിലൊക്കെയാണ് ആദ്യമായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോഡിയിലേക്ക്, സെൻട്രൽ പോർഷനിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോഗ്രഷൻ. അത് റാഷസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര പെയിൻഫുൾ റാഷസ് ആണ്. അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകത. നമ്മൾ ഇപ്പോൾ തക്കാളി പനിയിലോ ഇല്ല ചിക്കൻ ബോക്സിലോ കാണുന്ന റാഷ് മാതിരിയല്ല ഇതിൻ്റെ റാഷിന് പെയിൻ കൂടുതലാണ്. പിന്നെ അതെങ്ങനത്തെ ഫോമിലാണ് വരുന്നത്? ആദ്യം ചെറുതായി തുടങ്ങി, പിന്നെ വെള്ളം വയ്ക്കാൻ തുടങ്ങും, പിന്നെ പസ് ഫോം ചെയ്യാൻ തുടങ്ങും, പിന്നെ ക്രസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോഗ്രഷൻ. മാക്യുലോ പാപ്പുലർ പസ്റ്റുലാർ റാഷസ് എന്ന് പറയും. അത് വൺസ് അത് ക്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാന്ന് വെച്ചാൽ അത് ഉണങ്ങാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അതിന് ഇച്ചിങ്ങാണ് പിന്നെ ഉണ്ടാകുന്നത്. ഇതാണ് മെയിൻ സിംറ്റംസ്. ഇനി നമുക്ക് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോഡിയിലത്തെ എല്ലാ ഓർഗൻസിലും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി എല്ലാ ഓർഗൻസിനെയും ബാധിക്കാൻ പറ്റിയ ഒരു അസുഖമാണത്. ഏതൊക്കെ ഓർഗൻസിനെ ബാധിക്കാം? ബ്രെയിനിനെ ബാധിച്ച് എൻകഫലൈറ്റിസ് വരാം, ഹാർട്ടിനെ ബാധിച്ചിട്ട് മയോകാർഡൈറ്റിസ് വരാം, ന്യൂമോണിയ വരാം, ലങ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ അതുമാതിരി എല്ലാ ഓർഗൻസിനെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ് എംപോക്സ്. പക്ഷേ കോംപ്ലിക്കേഷൻസ് എല്ലാ മനുഷ്യരിലും വരില്ല. കോംപ്ലിക്കേഷൻസ് വരുന്ന ആൾക്കാരിനെയാണ് നമ്മൾ ഹൈ റിസ്ക് കാറ്റഗറിയിൽ. അവരാരൊക്കെയാണ്? കുട്ടികൾ, ചെറിയ കുട്ടികൾ, പ്രഗ്നൻറ്റ് വുമൻസ്, പിന്നെ ആരാണ്? പിന്നെ നമ്മൾ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കീമോതെറാപ്പി എടുക്കുന്ന ആൾക്കാർ, ലോങ് ഡ്യൂറേഷനിൽ സ്റ്റീറോയിഡ്സ് എടുക്കുന്ന ആൾക്കാർ, അതൊക്കെയാണ് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. പിന്നെ HIV, ലേറ്റ് സ്റ്റേജ് അൺട്രീറ്റഡ് HIV, TB, അതെല്ലാം ഓരോ കോംപ്ലിക്കേഷൻ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് സ്റ്റേറ്റാണ്. അങ്ങനെയുള്ള ആൾക്കാരിലാണ് നമുക്ക് കോംപ്ലിക്കേഷൻസ് അധികമായിട്ട് കാണുന്നത്. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ്. ഏത് വൈറൽ ഇൻഫെക്ഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടീവാണ്. അപ്പോൾ നമ്മൾ സപ്പോർട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാരസിറ്റമോൾ കഴിക്കുക, നല്ല വെള്ളം കുടിക്കുക, പെയിൻ കില്ലേഴ്സ്, പെയിൻ അത്രയും ഉണ്ടെങ്കിൽ പെയിൻ കില്ലേഴ്സ് കഴിക്കണം, ആൻറ്റിഹിസ്റ്റമിൻസ്, ചൊറിച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആൻറ്റിഹിസ്റ്റമിൻസ് കഴിക്കുക. ഇതാണ് മെയിൻ ട്രീറ്റ്മെൻറ്റ്. പിന്നെ സിവിയർ ആകുന്ന ആൾക്കാർക്ക് നമ്മൾ ആൻറ്റിവൈറൽ ഡ്രഗ് ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് യൂസ് ചെയ്യേണ്ടതാണ്. പക്ഷേ അത് സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസ് ഉണ്ട് അതിന്. അതൊരു 5 days കോഴ്സാണ് അതിന് വരുന്നത്. എംപോക്സിൻ്റെ വാക്സിനേഷനെ കുറിച്ച് പറയാം. വാക്സിനേഷൻ നമ്മൾ റുട്ടീനായിട്ട് എല്ലാവർക്കും ചെയ്യുന്നൊന്നുമില്ല. പ്രീ എക്സ്പോഷർ വാക്സിനേഷൻ ആർക്കൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് പ്രീ എക്സ്പോഷർ വാക്സിനേഷൻ പറയുന്നത്. പോസ്റ്റ് എക്സ്പോഷർ വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എക്സ്പോഷർ ഉണ്ടായി, എംപോക്സ് ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഒരു പേഷ്യൻറ്റിനായിട്ട് നമുക്ക് കോണ്ടാക്റ്റ് ഉണ്ടായി കഴിഞ്ഞ് 1 to 4 days സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. 14 days വരയ്ക്കും, 14 daysനുള്ളിൽ സ്റ്റാർട്ട് ചെയ്താൽ കൂടെ അത് എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വാക്സിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 ടൈപ്പ് ഓഫ് വാക്സിൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിന് ഇല്ലെങ്കിൽ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ഹൈ റിസ്ക് കാറ്റഗറീസിൽ എടുക്കാവുന്നതാണ്.
പിന്നെ ഇതിൻ്റെ കേസ് ഫെറ്റാലിറ്റി റേറ്റ് എന്ന് വെച്ചാൽ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആൾക്കാരാണ് ഡെത്ത് ആകുന്നത് എന്നുള്ളതാണ് കേസ് ഫെറ്റാലിറ്റി റേറ്റ്. അത് <2%. ഇല്ലെങ്കിൽ <1% എന്ന് പറയും. 2% ആണ് മൊത്തത്തിൽ പറയുന്നത്. എനിവേ ഇറ്റ് ഇസ് <1% ആണ്. അപ്പോൾ എല്ലാ ആൾക്കാരുടെയും മരണത്തിന് കാരണമാകാറില്ല. ഭയങ്കര ഹൈ റിസ്ക് കാറ്റഗറിപ്പെട്ട ആൾക്കാർക്കാണ് കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരുന്നത്. പിന്നെ പ്രഗ്നൻസിയിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പ്രഗ്നൻറ്റ് വുമൻസിൽ കോംപ്ലിക്കേഷൻസ് അധികമായിട്ട് വരും. അബോഷൻസും സ്റ്റിൽ ബർത്തും വരാനുള്ള ചാൻസ് കൂടുതലായിട്ട് ഉണ്ട്. പ്രഗ്നൻസിയിൽ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എംപോക്സൊക്കെ. ഇത്രയാണ് നമ്മൾ എംപോക്സിനെ കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു.